കേരള സംസ്ഥാന ചരിത്രത്തിൽ അപൂർവമായ ഒരു നിയമ നടപടിക്കാണ് ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപം നൽകിയ കാർഷിക പ്രൊമോഷൻ ഫണ്ടിലേക്ക് കൈമാറേണ്ട 1678.66 കോടി രൂപ കോടതി ഉത്തരവിട്ടിട്ടും അയക്കാത്തതിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക് ഉൾപ്പെടെ 5 മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യത്തിന് കുറ്റം ചുമത്തിയത്. കേസിന്റെ നിയമപരമായ പ്രാധാന്യം ഉൾപ്പെട്ട തുകയുടെ വലുപ്പം, മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി എന്നിവ ഈ വിഷയത്തെ കേരള പൊതുഭരണ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമാക്കി മാറ്റുന്നുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിനും നിർണായകമായ ഒരു നിയമമാണ് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നത് തടയുകയും നിലവിലുള്ളവ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി നെൽവയലുകൾ നികത്തി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകാറുണ്ട്. നെൽവയലുകൾ നികത്തുന്നതിന് അനുമതി നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ നിയമത്തിലെ സെക്ഷൻ 27D അനുസരിച്ച് ഫീസ് അല്ലെങ്കിൽ പിഴയായി ഒരു തുക ഈടാക്കുന്നുണ്ട്. ഈ തുക കാർഷിക പ്രൊമോഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. നെൽവയലുകൾ സംരക്ഷിക്കുന്നതിനും കാർഷിക ഉന്നമനത്തിനും വേണ്ടിയാണ് ഈ ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. ഈ നിയമപരമായ ബാധ്യത പ്രകാരം നെൽവയൽ നികത്തൽ അനുമതികളിലൂടെ സർക്കാർ പിരിച്ചെടുത്ത തുകയാണ് ഏകദേശം 1678.66 കോടി രൂപ. ഈ തുക ഫണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതെ സർക്കാരിന്റെ പൊതു ഖജനാവിൽ അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടുകളിൽ കിടക്കുന്നുവെന്ന ആരോപണമാണ് കേസിന്റെ മൂല കാരണം. തൃശൂരിലെ CPI നേതാവായ TN മുകുന്ദൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവുകൾ പുറത്തുവന്നത്. നിയമപരമായി ഫണ്ടിലേക്ക് പോകേണ്ട ഈ ഭീമമായ തുക കൈമാറാത്തതിനെ ചോദ്യം ചെയ്താണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2024 നവംബർ 28 ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചു. ഈ വിധി പ്രകാരം 1678.66 കോടി രൂപ കാർഷിക പ്രൊമോഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ഈ തുക ഒറ്റത്തവണയായി അടയ്ക്കുന്നതിന് പകരം ഒരു സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തു. മൊത്തം തുകയുടെ 25% 4 മാസത്തിനകം അടയ്ക്കണമെന്നായിരുന്നു ആദ്യ ഗഡു. അതിനുശേഷം ശേഷിക്കുന്ന തുക ബാക്കി 12 മാസത്തിനകം പൂർണ്ണമായി അടയ്ക്കണമെന്നായിരുന്നു. ഈ വിധിയിലൂടെ നിയമം അതിന്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുന്നതിനും കാർഷിക മേഖലയ്ക്ക് അതിന്റെ സാമ്പത്തിക വിഹിതം ലഭിക്കുന്നതിനും കോടതി വഴിയൊരുക്കി. കോടതിയുടെ വ്യക്തവും സമയബന്ധിതവുമായ ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും സർക്കാർ ഭാഗത്തു നിന്നും അത് പാലിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല. ഇതാണ് കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഉത്തരവ് നടപ്പാക്കാതിരുന്നതിനെ തുടർന്ന് ഹർജിക്കാരൻ വീണ്ടും കോടതിയെ സമീപിച്ചു. ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകൾ കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വഴിയൊരുക്കി. ആദ്യം കോടതിയിൽ ഉത്തരവ് നടപ്പാക്കിയതായി സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു. എന്നാൽ പിന്നീട് ഈ തുക ഫണ്ടിലേക്ക് നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. 2024 നവംബറിലെ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാരിന് നിയമപരമായി സ്വീകരിക്കാമായിരുന്ന ഒരു മാർഗം പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമയബന്ധിതമായി അത്തരമൊരു ഹർജി സമർപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതിലൂടെ കോടതിയുടെ വിധി അവഗണിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഉദ്യോഗസ്ഥർ പ്രഥമ ദൃഷ്ട്യാ കോടതിയലക്ഷ്യം നടത്തിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. കോടതിയുടെ ഉത്തരവ് മനഃപൂർവ്വം അവഗണിച്ചു കളഞ്ഞുവെന്ന നിരീക്ഷണത്തോടെയാണ് 5 മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം ചുമത്തിയത്. കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട IAS ഉദ്യോഗസ്ഥർ. A ജയതിലക്, അരവിന്ദ് ശ്രീവാസ്തവ, കേശവേന്ദ്ര കുമാർ, ടിങ്കു ബിസ്വാൾ, അർജുൻ പാണ്ഡ്യൻ എന്നിവരായിരുന്നു അവർ. പൊതുഭരണത്തിൽ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കുറ്റം ചുമത്തുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇത് സംസ്ഥാന ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെയും നിയമവാഴ്ചയോടുള്ള പ്രതിബദ്ധതയെയും ചോദ്യം ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഹൈക്കോടതി നിലവിൽ കുറ്റം ചുമത്തിയ ഉദ്യോഗസ്ഥരെ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ കേസിന്റെ തുടർ നടപടികൾക്കായി കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. കുറ്റം ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥർ രേഖാമൂലം മറുപടി സമർപ്പിക്കണമെന്നും കോടതിയലക്ഷ്യ കേസിൽ ജനുവരി 5 മുതൽ കോടതി വിശദമായ വാദം കേൾക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ അന്തസ്സത്തെയും നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാരവും ഉറപ്പുവരുത്തുന്നതിൽ ഈ കേസ് നിർണായകമാണ്. കോടതി ഉത്തരവുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടപ്പാക്കാതിരിക്കുന്നത് ഭരണഘടനാപരമായ പ്രതിസന്ധിക്ക് തുല്യമാണ്. ഈ കേസിന്റെ വിധി ഭാവിയിൽ കോടതി ഉത്തരവുകളോടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ ഒരു വഴിത്തിരിവായേക്കാം. കാർഷിക പ്രൊമോഷൻ ഫണ്ടിന്റെ ലക്ഷ്യങ്ങൾ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കപ്പെടുമോ എന്നതിലേക്ക് പൊതുസമൂഹവും നിയമവൃത്തങ്ങളും ഉറ്റുനോക്കുകയാണ്.